കോഴിക്കോട് കുന്നമംഗലത്തെ കൈപ്പച്ചാക്കിൽ SC നഗർ നിവാസികളോട് CPM ഭരിക്കുന്ന പഞ്ചായത്ത് അധികൃതർ കാണിക്കുന്നത് തികഞ്ഞ അവഗണന. 8ഓളം SC ST കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നല്ലൊരു റോഡോ വെള്ളമോ ശുചിമുറിയോ ഇല്ല. പഞ്ചായത്ത് അധികൃതർ ഇഷ്ടക്കാർക്ക് ആനുകൂല്യങ്ങളൊക്കെ നൽകി തങ്ങളെ അവഗണിക്കുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ തികഞ്ഞ അവഗണനയുടെ ഉദാഹരണമാണ് ഈ SC കൈപ്പച്ചാക്കിൽ കോളനി നിവാസികളുടെ ജീവിതം. കുടിക്കാൻ വെള്ളമോ വഴി നടക്കാൻ നല്ലൊരു റോഡോ ഈ കോളനിയിലില്ല. വർഷങ്ങളായി ഇവിടെ ഇങ്ങനെയാണ്. ഒരു വികസനവും ഈ കോളനി നിവാസികളെ തേടി എത്തിയിട്ടില്ല. മാറി മാറി വന്ന ഭരണകൂടങ്ങളൊന്നും കൈപ്പച്ചാക്കിൽ പാലോറ നിവാസികളോട് നീതി കാട്ടിയിട്ടില്ല. കുടിക്കാൻ വെള്ളം, അടച്ചുറപ്പുള്ള വീട്, ശുചിമുറി, വാഹനങ്ങൾ കയറുന്ന റോഡ്, ഇത് മാത്രമാണ് കൈപ്പച്ചാക്കിൽ നിവാസികളുടെ ഏക ആവശ്യം. തങ്ങൾക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി CPM ഭരിക്കുന്ന കുന്നമംഗലം പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചപ്പോഴൊക്കെ അവഗണന മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പ്രദേശവാസികൾ പറയുന്നു. CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ഇഷ്ടക്കാർക്കുമായി തികച്ചും ഏകപക്ഷീയമായി പഞ്ചായത്ത് അധികൃതർ പദ്ധതികൾ നൽകുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു കാര്യമില്ല, ഞങ്ങൾ ആളെ നോക്കി മാറ്റി വെക്കാന്നല്ലാതെ ഒരു വീടോ ഒന്നും തരുന്നില്ല. ആളെ നോക്കിയിട്ട് മാത്രമേ ഇവർ ചെയ്യുന്നുള്ളൂ. പഞ്ചായത്ത് ഭരിക്കുന്ന CPM. ഞാനിവിടെ 22 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് അവിടെന്നാലും കൂടി CPM തന്നെയാണ് എൻ്റെ അറിവിൽ. അപ്പോൾ ഇതുവരെക്കും ഇങ്ങോട്ട് ഇതാക്കുന്നത് ഈ കോളനിയിലേക്ക്, ഇതൊരു കോളനിയാണ്, SC കോളനിയാണ്. ഈ കോളനിയിലേക്ക് ഒരു പുരോഗതി എന്ന് പറഞ്ഞാൽ ഇതില്ല. ഈ കുടുംബശ്രീ കൂടി ഇത് വരും, ഫോമൊക്കെ ആ ഫില്ല് ചെയ്ത് കൊടുത്താലൊക്കെ ഞങ്ങൾ മാറ്റി വെക്കൂ. തോന വോട്ടുള്ള ഏത് വീട്ടിലേക്ക് കാണിച്ചാൽ ആ വീട്ടിലേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യും. ഞങ്ങൾക്ക് ഇതുവരെക്കും ഒന്നും ചെയ്തു തന്നില്ല. നോക്കിയിട്ടൊക്കെ പോയാൽ മതി. അങ്ങനെ അർഹത പെട്ടെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. പക്ഷെ അത് ഞങ്ങൾക്ക് തരുന്നില്ല. ഈ കുന്നുകയറി വികസനങ്ങളൊന്നും എത്തി നോക്കിയിട്ടില്ല. ഇടിഞ്ഞു വീഴാറായ വീട്, അടച്ചുറപ്പില്ലാത്ത ശുചിമുറികൾ, ഇങ്ങനെ ഇല്ലായ്മയുടെ നടുവിലാണ് ഇവിടുത്തുകാരുടെ ജീവിതം. കഴിഞ്ഞ 23-നാണ് ഇത് മഴക്കാലത്ത് അത് വീഴുന്നത്. പഞ്ചായത്തിലൊക്കെ പറഞ്ഞു, അവരും ഒന്നും നോക്കിയിട്ടില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് മഴയത്ത് വീണ ഈ മേൽക്കൂര, ആ മേൽക്കൂരൊക്കെ പൈസ കിട്ടി വെച്ചാൽ മതി. അതൊന്നും തന്നില്ല. എല്ലാവരും സാധാരണക്കാരിൽ സാധാരണക്കാർ. ഇവർക്കൊന്നേ പറയാനുള്ളൂ: കുടിവെള്ളം, അടച്ചുറപ്പുള്ളൊരു വീട്, ഇത് രണ്ടും ഇനിയും നിഷേധിക്കരുത്. ജനം, കോഴിക്കോട്.